ചെയ്തു തുടങ്ങിയിരിക്കുന്നത്. മാത്രവുമല്ല, താങ്കൾ പറയുകയുണ്ടായി പയ്യന്നൂരിൻ്റെ ഒരു പരിതോവസ്ഥ ഇതൊന്നുമല്ല എന്ന്. സാർ, ഈ പഴഞ്ചരിത്രമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 10:30 ഒരാൾ കൊല ചെയ്യപ്പെടുന്നു, 12:30 അതിൻ്റെ പ്രതികാര കൊല നടക്കുന്നെങ്കിൽ പയ്യന്നൂരും നല്ലതല്ല, ഒരു നല്ല മാതൃകയല്ല. ശ്രീ ശശിധരൻ, ഹലോ, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഇവിടെ ഈ ഗവർണർ വേണ്ട പോലെ പ്രവർത്തിക്കുന്നില്ല എന്ന് എന്തുകൊണ്ട് തോന്നുന്നു? ഇന്ന് പ്രതിപക്ഷം തന്നെ നിയമസഭയിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. നേരത്തെ ഹോം സെക്രട്ടറിയെയും DGPയെയും വിളിപ്പിക്കുന്നു. അതൊരു അസാധാരണമായ നടപടിയാണ്. അതിനേക്കാൾ ഗൗരവതരവും അസാധാരണവുമായ നടപടിയാണ് സർക്കാരിനോട് കൃത്യമായ നിർദ്ദേശം നൽകുന്ന ഗവർണറുടെ ഇപ്പോഴത്തെ ഇടപെടൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ റിപ്പോർട്ടും നൽകിയിരിക്കുകയാണ്. ഗവർണറുടെ നിർദ്ദേശത്തെ ഇന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ നിയമസഭയിൽ പറയുകയുണ്ടായി. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുക, അസ്വസ്ഥതയുണ്ടാക്കുന്ന ഇത്തരം സംഭവങ്ങൾ അറുതി വരുത്തി സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് മാതൃകാപരമായ സന്ദേശം നൽകണം. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുകയാണ്, ഗവർണറുടെ ഈ ഇടപെടൽ എന്ന് പറയുന്നത് പരസ്യമായ അവിശ്വാസ പ്രകടനമാണ് ഈ സർക്കാരിന് മേൽ. നിയമവാഴ്ചയുടെ നിയന്ത്രണം ഈ സർക്കാരിന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന സൂചന നൽകുകയാണ് എന്ന്. എന്നിട്ടും മതിയാകാത്തതെന്തേ ശ്രീ ശോഭാ സുരേന്ദ്രന്? യഥാർത്ഥത്തിൽ ഇപ്പോൾ ഞാൻ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗം, ആ പ്രസംഗം തന്നെയാണ്, ആ പ്രസംഗത്തിലെ വിഷയം തന്നെയാണ് ഇന്നും ഡൽഹിയിൽ പത്രസമ്മേളനത്തിൽ ഞാൻ സൂചിപ്പിച്ചത്. ഒരക്ഷരം ഞാൻ അതിൽ അധികമായിട്ട് കൂട്ടിയിട്ടില്ല. പക്ഷേ ബഹുമാനപ്പെട്ട വേണുവിന് എനിക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ നടപടിയെടുക്കുന്നതിന് മുൻപ്, അതാണല്ലോ വേണുവിൻ്റെ ആഗ്രഹം, അതിനു മുൻപ് ശോഭയ്ക്കെതിരെ എന്തുകൊണ്ട് BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ നടപടിയെടുത്തുകൂടാ എന്ന് ഒരു ചർച്ച, ശോഭ കെട്ടുപോയോ എന്ന് ചോദിക്കാൻ വേണ്ടി ഒരു ചർച്ച. എൻ്റെ വേണു, അതൊക്കെ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ഞാൻ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ബിജുവിൻ്റെ കൊലപാതകത്തെ തുടർന്നുള്ള വിഷയത്തിലല്ല എൻ്റെ പ്രസംഗം. ഞാൻ നടത്തിയിട്ടുള്ള പ്രസംഗം പറയാൻ വേണു എന്നെ അനുവദിച്ചില്ല. ഞാൻ നടത്തിയ പ്രസംഗം കണ്ണൂരിൽ തുടർന്ന് വരുന്ന അക്രമ രാഷ്ട്രീയ സംഭവങ്ങളിലൂടെ ഇവിടെ മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുമ്പോൾ ഗവർണറുടെ അധികാര പരിധി, അതിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഒരു മനുഷ്യന് ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭരണഘടനാ ലംഘനമാണ്. ആ ഭരണഘടനാ ലംഘനം കേരളത്തിൽ നാൾക്കുനാൾ നടക്കുന്നു. അങ്ങനെ നാൾക്കുനാൾ നടക്കുമ്പോൾ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഗവർണർക്ക്, സണ്ണി സാറിനോട് ഞാൻ ചോദിക്കട്ടെ, ഈ ഗവർണർക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒരു സംസ്ഥാനത്ത് ക്രമസമാധാനം തകർന്നു എന്ന് പ്രതിപക്ഷം ഒന്നടങ്കം, ഞങ്ങൾ മാത്രമല്ല കോൺഗ്രസിന്റെ തന്നെ നേതാവ് ശ്രീമാൻ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ നിയമസഭാ രേഖയിലുണ്ട്, കേരളത്തിന്റെ മുഴുവൻ ക്രമസമാധാനവും പാടെ തകർന്നു പോയി എന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ പോലും ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ വേണമെങ്കിൽ ഗവർണർക്ക് ഈ വിഷയങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള പ്രൊവിഷൻ ഉണ്ട്. അത് ഗവർണറുടെ അധികാര പരിധിയിലുള്ള കാര്യമാണ്. രാഷ്ട്രപതി നിയോഗിച്ചിട്ടുള്ള ആളാണ് കേരളത്തിന്റെ ഗവർണർ. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. എന്താ പ്രശ്നബാധിത പ്രദേശത്ത് പോയാൽ കുഴപ്പമുണ്ടോ? ഗവർണർക്ക് പോയാൽ എന്താ പ്രശ്നം? ചീഫ് സെക്രട്ടറി വിളിച്ചു വരുത്താൻ അധികാര പരിധിയില്ലേ? മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ ചോദിക്കാനുള്ള അവകാശം ഗവർണർക്കില്ലേ? ഈ ചോദ്യം ഞാൻ ചോദിച്ചത് വലിയ കൊലപാതകം ചെയ്തതുപോലെയാണല്ലോ ഇപ്പൊ അവതരിപ്പിച്ചത്. അതിനേക്കാൾ ഒരു പടി കൂടി കടന്ന് ശോഭയും ഒരു കാര്യം കൂടി പറഞ്ഞല്ലോ, ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെട്ടിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ബിജുവിന്റെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. നിങ്ങളിപ്പോൾ നിങ്ങളുടെ പ്രവർത്തകരുടെ സുരക്ഷ എന്ന് പറയുന്നത് പ്രതീക്ഷിക്കുന്നത് ഗവർണറിൽ നിന്നാണോ? തീർച്ചയായിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സാഹചര്യത്തിൽ ഭരണകൂടത്തിന്റെ ഭീകരതയുടെ ഒത്താശയോടുകൂടിയാണ് ഞങ്ങളുടെ ബിജുവിനെ കൊലപ്പെടുത്തിയത്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. രാജേഷ്, ഇത് ഗവർണർക്കെതിരെയുള്ള നീക്കം മാത്രമായി കാണുകയാണെങ്കിൽ ശ്രീ സണ്ണി ജോസഫ് പറയുന്നത് പോലെ അത്ര ബുദ്ധിപരമായിരുന്നോ താങ്കളുടെ ആദ്യത്തെ കരുനീക്കം? ഇത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെ എത്തുന്നതാണ്. ഇത് ഇവിടുത്തെ നിയമ സംവിധാനത്തിന്റെ പാലനത്തിൽ സർക്കാരിന് വീഴ്ച വന്നിരിക്കുന്നു എന്നതിലേക്ക് എത്തിക്കാനുള്ള ഒരു ഉപകരണമായി മറ്റൊരു രൂപത്തിൽ ഗവർണറെ ഉപയോഗിക്കുകയാണ്. താങ്കൾ ശരിയായി കണ്ടെത്തിയതുപോലെ പല സ്ഥലങ്ങളിൽ പല രൂപത്തിൽ അവർ ഗവർണറെ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെയും ഉപയോഗിക്കാനുള്ള മറ്റൊരു മാർഗം എന്ന നിലയിൽ അവർ ഗവർണറെ നേരിട്ട് വിമർശിക്കുന്നു എന്നേ ഉള്ളൂ. ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നത് ഇടത് സർക്കാരിനാണ്. അതെ, ഞാനത് തന്നെ പറഞ്ഞത്. ഞാനതിൽ ബുദ്ധിയൊന്നുമല്ല, ഉള്ള വസ്തുത പറഞ്ഞു എന്നേ ഉള്ളൂ. ഗവർണറെ ഉപയോഗിക്കുക തന്നെയാണ് RSSന്റെയും BJPയുടെയും ലക്ഷ്യം.
അങ്ങനെ ഉപയോഗിക്കുന്നതിൽ അവരാഗ്രഹിക്കുന്നത് പോലെ ഗവർണർ ഒരു പിണിയാളായി മറ്റ് പല ഗവർണർമാരും പഞ്ചപുച്ഛമടക്കി RSS BJP നേതാക്കളുടെ ആജ്ഞകൾ ശിരസാ വഹിച്ച് നടപ്പാക്കുന്നത് പോലെ നടപ്പാക്കാൻ ഇദ്ദേഹത്തെ കിട്ടിയില്ല എന്നതാണ് പ്രശ്നം. ഇപ്പോൾ ശോഭാ സുരേന്ദ്രനൊക്കെ കൽപ്പന കൊടുക്കുകയാണല്ലോ, ആജ്ഞ കൊടുക്കുകയാണല്ലോ. അങ്ങനെ ഒരു ആജ്ഞ നടപ്പാക്കാൻ അദ്ദേഹം ഒരു ഭരണഘടനാ പദവിയുടെ ലിരിക്കുന്ന ആളെന്ന നിലയിൽ അത്രത്തോളം ആത്മാഭിമാനമില്ലാത്ത അല്ലാത്തതുകൊണ്ട് അദ്ദേഹം അതിന് തയ്യാറായില്ല. മാത്രമല്ല, വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഇന്നത്തെ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം, എല്ലാ മാധ്യമങ്ങളും പറഞ്ഞൊരു കാര്യം, BJP നേതാക്കളുടെ മുമ്പിൽ ഗവർണർ ഒരു പട്ടിക കാണിച്ചു കൊടുത്തു എന്നാണ്. ഇതെല്ലാം നിങ്ങൾ കൊലപ്പെടുത്തിയ ആളുകളുടെ പട്ടികയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളും കത്തി താഴെ വയ്ക്കൂ എന്ന് ഗവർണർ പറഞ്ഞു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അതാണ് ഇവരെ ഇത്രയേറെ പ്രകോപിപ്പിച്ചിട്ടുള്ളത്. ഗവർണർ ഇവരാവശ്യപ്പെട്ടത് കേട്ടില്ല എന്ന് മാത്രമല്ല, ഇവരുടെ കൽപ്പനയും ആജ്ഞയും പാലിക്കുന്നില്ല ഒരു വിനീത വിധേയനായ തൊമ്മിയെപ്പോലെ എന്ന് മാത്രമല്ല, അവർ നിങ്ങൾ കൊല്ലുന്നില്ലേ എന്ന് തിരിച്ചു ചോദിച്ചത് വലിയ അനുസരണക്കേടായിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. വലിയ അനുസരണക്കേടായിട്ടാണ്. ശ്രീ സണ്ണി ജോസഫ് ഇവിടെ BJP എന്ന് തലോടാനും സംരക്ഷിക്കാനും ശ്രമം നടത്തി. കുറ്റം മുഴുവൻ ശോഭാ സുരേന്ദ്രൻ്റെതാണ്, BJPക്ക് അങ്ങനെ ഗവർണറോട് അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് അദ്ദേഹം ശ്രമം നടത്തുന്നത്. ഇന്നിപ്പോ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ചോദിച്ചതുപോലെ ദേശീയ തലത്തിൽ കേരളത്തിൽ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നു എന്നുള്ള BJPയുടെ പ്രചരണത്തെ ആരാണ് സഹായിക്കുന്നത് കേരളത്തിൽ? ആ കാര്യത്തിലെങ്കിലും ശ്രീ സണ്ണി ജോസഫിനെ കുറ്റപ്പെടുത്തരുത്, അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പാർട്ടിയെയും കുറ്റപ്പെടുത്തരുത്. അതിനുള്ള അവസരം ഉണ്ടാക്കുന്നത് നിങ്ങളാണ്. സണ്ണി ജോസഫിന്റെ പാർട്ടിയെക്കുറിച്ച് ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല. ഇനിയിപ്പോൾ കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് കെ സുധാകരനെ പോലുള്ള ആളുകളൊക്കെ അവിടെ എത്ര പേരെയാണ് കൊന്നിട്ടുള്ളതെന്നുള്ളതൊക്കെ അറിയാം. ഞാൻ ആ കണക്കുകളൊന്നും ഇപ്പോൾ പറയുന്നത് മറ്റൊരു വിഷയമാണ്. ആളുകൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല ഈ കൊന്നതിൻ്റെ കണക്കുകൾ പറയുന്നത്, ഞാൻ പറയുന്നില്ല, അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഗവർണർക്ക് തന്നെ അവരോട് പറയേണ്ടി വന്നു ഇത് നിങ്ങൾ കൊലപ്പെടുത്തിയവരുടെ ലിസ്റ്റാണ് എന്ന്. ഞാൻ ചോദിക്കട്ടെ, കണ്ണൂരിൽ ഈ സംഘർഷം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതിന് ഇതിൽ തന്നെ ഉദാഹരണമുണ്ട്. ഗവർണറെ പോലെ ഒരു ഉയർന്ന ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളെപ്പോലും തങ്ങൾ പറയുന്നതനുസരിച്ച് കേൾക്കുന്നില്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് ഹീനമായിട്ട് ആക്രമിക്കുന്നവർ അവിടുത്തെ സാധാരണ CPIM പ്രവർത്തകരെ ആയുധം കൊണ്ട് ആക്രമിക്കുന്നതിൽ വല്ല അത്ഭുതമുണ്ടോ? ഇതാണ് ഗവർണറുടെ സ്ഥിതിയെങ്കിൽ അവിടുത്തെ CPIM പ്രവർത്തകരോട് ഇവരെടുക്കുന്ന സമീപനം എന്താണ്? അപ്പോൾ സംഘർഷവും പ്രകോപനവും ഉണ്ടാവുന്നതിൽ സംഘപരിവാർ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അതിൻ്റെ ഗുണഭോക്താക്കൾ അവരാണ്. വേണു, ഞങ്ങൾക്ക് ഇതുകൊണ്ടൊരു പ്രയോജനവും നേടാനില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത് ഒരു കാരണവശാലും CPIMന്റെ പ്രവർത്തകർ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല എന്ന്. ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ്? ഒരു സംഭവം ഉണ്ടാകുന്നു, ആ സംഭവത്തെ പ്രചരിപ്പിക്കുന്നു, അത് ദേശവ്യാപകമായിട്ട് അഭൂതപൂർവമായിട്ട് അതിനെ പ്രചരിപ്പിക്കുന്നു, അതിൻ്റെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ കണ്ണൂരിൽ ഓരോ കൊലപാതകം നടക്കുമ്പോഴും ഗൂഢമായിട്ട് ആഹ്ലാദിക്കുന്നവർ, അതിൻ്റെ മുതലെടുപ്പ് സാധ്യതകൾ കൊണ്ട് അവരുടെ രാവുകൾ നിദ്രാവിഹീനങ്ങളാണ്. അത് സംഘപരിവാറാണ്, അത് RSS ആണ്. അപ്പം അതുകൊണ്ട് അത് ഗവർണർക്കും ബോധ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം അവരോടൊന്ന് ചോദിച്ചു. ഒരുപക്ഷെ മൃദുവായിട്ടായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അതവരെ വല്ലാതെ പ്രകോപിപ്പിക്കുകയാണ്. ഈ സംഘമൊക്കെ വന്നത് ഈ സർക്കാർ വന്നതിന് ശേഷമാണ്. ഈ സർക്കാർ വന്നതിന് ശേഷമുള്ള കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. അതിൻ്റെ പിന്നിലെ പട്ടികയിലേക്ക് പോകാതിരുന്നാൽ, ഇപ്പോൾ കെ സുധാകരൻ്റെ കാര്യം പറഞ്ഞ് താങ്കൾ ചില അധ്യായം അടച്ചതുപോലെ ഒരു കാലനിർണയത്തിന് നാം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം എന്ന നില സ്വീകരിച്ചാൽ, കാരണം ആ സമീപനമാണല്ലോ ഇപ്പോൾ BJPയും ദേശീയ തലത്തിൽ സ്വീകരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നാൽ 5-3 ആണ് പോയിന്റ് നില. കൂടുതൽ എവിടെയാണ്, ആരാണ് വീണത്? അപ്പോൾ ആരാണ് ഇത് കൂടുതൽ അക്രമാസക്തമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്? രാജേഷ് വേണു അല്ലല്ല, സംഘർഷങ്ങൾ നിങ്ങളിപ്പോൾ ഏതായാലും ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ളത് എടുത്താൽ മതി എന്ന് പറഞ്ഞല്ലോ. കണ്ണൂരിൽ 70കൾക്ക് ശേഷം RSS അഴിച്ചുവിട്ടിട്ടുള്ള അക്രമങ്ങളുടെ ചരിത്രമുണ്ട്. നമ്മൾ അതിലേക്ക് പോകണ്ട. 70കളിലെ തലശ്ശേരി കലാപം മുതലാണ് അതിൻ്റെ തുടക്കം. വേരുകൾ എവിടെയാണ്? ശരി, വേണു പറഞ്ഞത് അംഗീകരിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ് വന്ന കാലെടുക്കുക. ഈ ഗവൺമെൻറ് വന്ന് വോട്ട് എണ്ണിയ ദിവസം അവിടെ കൊല ചെയ്യപ്പെട്ടത് RSS പ്രവർത്തകനല്ല. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ മുഖ്യമന്ത്രിയുടെ വീടിനടുത്ത് CPIMന്റെ പ്രവർത്തകനായിട്ടുള്ള രവീന്ദ്രനാണ് കൊല ചെയ്യപ്പെട്ടത്. ആരാണ് ഈ പരമ്പരയ്ക്ക് തുടക്കമിട്ടത്? ആരാണ് പ്രകോപനങ്ങൾ സൃഷ്ടിച്ചത്? ഞങ്ങൾ സ്വീകരിച്ച സമീപനം എന്താ? ശരിയാണ്, അവിടെ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. എല്ലാ കൊലപാതകവും രാഷ്ട്രീയ കൊലപാതകവും അല്ല. കണക്കൊപ്പിക്കാനും കണക്ക് തെറ്റായിട്ടുള്ള പ്രതീതി സൃഷ്ടിക്കാനും വേണ്ടി പലതിനും പിന്നീട് രാഷ്ട്രീയ നിറം കൊടുക്കുകയാണ്. ഒരു സന്തോഷം അവിടെ കൊല ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വീട് P. ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ സന്ദർശിച്ചു. BJPക്കാർ പട്ടികയിൽ എഴുതി വെക്കുകയാണ്.
അദ്ദേഹം പണ്ട് BJP ആയിരുന്നു എന്ന് ശരിയാണ്. അടുത്ത കാലത്തായിട്ട് ഞങ്ങളുടെ പാർട്ടിയുമായിട്ട് സഹകരിച്ചു വരുന്ന ആളാണ് അദ്ദേഹം. ഔപചാരികമായി തന്നെ പാർട്ടിയിലേക്ക് വരാനിരിക്കെയാണ് ഈ സംഭവം നടക്കുന്നത്. അതും രാഷ്ട്രീയ കൊലപാതകത്തിന്റെ കണക്കിലെഴുതുന്നു. എന്തിന്? എണ്ണം പെരുപ്പിച്ച് കാണിക്കുന്നതിന് വേണ്ടി. ശരി, നമുക്ക് അതിലെ രാഷ്ട്രീയ താല്പര്യങ്ങളും കൂടി ഒരു വാദം എന്ന നിലയിൽ അംഗീകരിച്ചുകൊണ്ട് മാറ്റിവെച്ചാൽ MK മുനീർ എന്ന് നിയമസഭയിൽ പറഞ്ഞൊരു വാചകമുണ്ട്. ഏത് പാർട്ടിക്കാരനാകട്ടെ മരിച്ചത്, അല്ലെങ്കിൽ ഏത് പൂർവ്വചരിത്രത്തിൻ്റെ ഏടുകൾ പരിശോധിച്ച് വീണ്ടും അതിലേക്ക് അദ്ദേഹത്തെ തന്നെ ഉൾപ്പെടുത്തുന്നു. എന്ത് ജാലവിദ്യയും ഈ സ്കോർ ബോർഡ് തീരുമാനിക്കുന്നതിൽ ഇരുപക്ഷവും എടുത്തോട്ടെ, ആത്യന്തികമായി കണ്ണൂരിൽ ഈ സർക്കാർ ഒരു വീട്ടിൽ ഒരു വിധവ പദ്ധതി നടപ്പാക്കുകയാണോ എന്നാണ് മുനീറിൻ്റെ ചോദ്യം. അത് ഒരു CPM നേതാവിനോടുള്ള ചോദ്യമല്ല, അത് കേരളത്തിലെ മുഖ്യമന്ത്രിയോടുള്ള ചോദ്യമാണ്. അല്ല, ഈ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ മുതലെടുപ്പ് നടത്താൻ RSS ശ്രമിക്കുന്നത് പോലെ തന്നെയാണ് മുനീറിനെയും കോൺഗ്രസിനെയും പോലുള്ള ആളുകൾ ശ്രമിക്കുന്നത്. അതുതന്നെയാണ്. മുനീറിൻ്റെ പാർട്ടിയും ആയുധം താഴെ വെച്ചിട്ടുള്ളവരൊന്നുമല്ല. അപ്പോൾ ആ രാഷ്ട്രീയ മുതലെടുപ്പ് കാണാതെ ഇതെന്തോ വളരെ വികാരഭരിതനായിട്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി MK മുനീർ ചോദിക്കുന്നു എന്നൊക്കെ കരുതാൻ മാത്രം നിഷ്കളങ്കനാണ് വേണു എന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ എന്തായാലും അങ്ങനെ നിഷ്കളങ്കനല്ല. അതും ഒരു രാഷ്ട്രീയ മുതലെടുപ്പാണ്. നമ്മളതെല്ലാം മാറ്റിവെക്കുക. നമ്മളിതിനെക്കുറിച്ചുള്ള വിതർക്കങ്ങൾ, വാദപ്രതിവാദങ്ങൾ അതെല്ലാം മാറ്റിവെച്ച് പ്രശ്നം രാഷ്ട്രീയ സംഘർഷങ്ങൾ പരിഹരിക്കലാണോ? അങ്ങനെ പരിഹരിക്കലാണെങ്കിൽ അതിനോട് തുറന്ന സമീപനമാണ് സ്വീകരിക്കേണ്ടത്. ഗവൺമെൻറ് തുറന്ന സമീപനം സ്വീകരിച്ചു. CPIM അത്തരമൊരു സമീപനം സ്വീകരിച്ചു. കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞു, ഇനി ഉണ്ടാകാൻ പാടില്ല, ഇനിയൊരാളും രാഷ്ട്രീയ സംഘർഷത്തിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെടരുത്. അത് നേതൃത്വത്തിൽ നിന്നുണ്ടായിട്ടൊരു സമീപനമാണ്. മുഖ്യമന്ത്രി RSS നേതാക്കളെ കണ്ടു, അവരുമായിട്ട് ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചിട്ടുണ്ട്. കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നു. ശ്രീ സണ്ണി ജോസഫിനെ പോലുള്ള ആളുകൾ അവിടെയും മുതലെടുപ്പ് നടത്തി ഒറ്റയ്ക്ക് വാതിലടച്ചിരുന്ന് ചർച്ച ചെയ്തു എന്നാണ് അവർ സൂചിപ്പിച്ചത്. അപ്പോൾ മുതലെടുപ്പാണ് ഇവരെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവരെല്ലാം വലിയ സമാധാന കാംക്ഷികളായിട്ട് ഞാൻ രാജേഷ് പറഞ്ഞ പോലെ ഞാൻ BJPയെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്തിട്ടില്ല. ശോഭയും അത് തന്നെയാണ് എന്നെ എതിർത്ത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ BJP കാര്യത്തിലെ സ്ട്രാറ്റജിയിൽ രണ്ട് കാര്യത്തിൽ, ഒന്ന് ഈ ഗവർണർക്കെതിരെ ഇങ്ങനെ തിരിഞ്ഞത്, ശോഭ പറഞ്ഞതുപോലെയല്ല മറ്റുള്ളവർ പറഞ്ഞത്, അത് സംസാരത്തിൻ്റെ വ്യത്യാസമാണ്. തിരിഞ്ഞത് തെറ്റായിപ്പോയി എന്നും അതുപോലെ പട്ടാളത്തെ ഇറക്കണമെന്ന് പറഞ്ഞ് ആ നിയമം കൊണ്ടുവരണമെന്ന് പറഞ്ഞ് തെറ്റായിപ്പോയി എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴാണ് രാജേഷ് പറയുന്നത് കോൺഗ്രസിൻ്റെ ചരിത്രം. അത് ചർച്ച ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. 25 വർഷത്തിനുള്ളിൽ കോൺഗ്രസ് പ്രവർത്തകരായ ഏതെങ്കിലും എതിർ പാർട്ടിക്കാർ കൊല ചെയ്യപ്പെട്ട ചരിത്രമില്ല. പയ്യന്നൂരിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം, ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 2 കോളേജ് അധ്യാപകരുടെ കാറാണ് രാത്രി 2 മണിക്ക് ഒരേ സമയത്ത് തൊട്ടടുത്തടുത്തുള്ള 2 കോളേജ് അധ്യാപകർ, കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയുടെ ഭാരവാഹികളായ 2 പേരുടെ കാറുകളാണ് CPM നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി രാത്രിയിൽ കത്തിച്ചത്. ആ കേസ് എവിടെ എത്തിയിട്ടില്ല. കല്യാശ്ശേരിയിലെ ഒരു വനിതാ ഡോക്ടർക്ക് അവരുടെ ക്ലിനിക്ക് പൂട്ടേണ്ടതായിട്ട് വന്നു. കാരണം അവരുടെ അമ്മ പഞ്ചായത്ത് ഇലക്ഷന് മത്സരിച്ചു. തലശ്ശേരിയിലെ ദളിത് പെൺകുട്ടികൾക്കുണ്ടായ അവസ്ഥ എന്താണ് എല്ലാവർക്കും അറിയാം. കാരണം ഒരാൾ അവിടുത്തെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ഇപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടി ശക്തമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ്. അക്രമ രാഷ്ട്രീയം തന്നെയാണ്. ആളുകൾ കൊല്ലപ്പെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന BJP സ്വീകരിക്കുന്ന സമീപനമല്ല, കൊലയ്ക്ക് പകരം കൊല എന്ന സമീപനമല്ല. ഞങ്ങൾ ജനാധിപത്യപരമായിട്ട് തന്നെ സമാധാനത്തിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. മുഖ്യമന്ത്രിയും BJP നേതൃത്വവും RSSും തിരുവനന്തപുരത്ത് അടച്ചിട്ട മുറിയിൽ തന്നെയാണ് സംസാരിച്ചത്. സർവകക്ഷി യോഗം അതിന് ശേഷമാണ് കണ്ണൂരിൽ ചേർന്നത്. ആ യോഗത്തിൽ ഞാനുണ്ടായിരുന്നു, മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കന്മാരും ജനപ്രതിനിധികളുണ്ടായിരുന്നു. അടച്ചിട്ട മുറിയിൽ സംസാരിച്ചു എന്നൊരു യാഥാർത്ഥ്യമായിട്ട് നിൽക്കുമ്പോൾ അത് പറയുമ്പോൾ എന്തിനാണ് രാജേഷ് പ്രയാസം? എന്തിനാണ് അങ്ങനെ ഒരു സ്വകാര്യ സംഭാഷണം? ശരി, സമാധാന കമ്മിറ്റി യോഗത്തിൽ ചർച്ച. ഇവിടെ RSS BJP നേതൃത്വത്തിന്റെ സമീപന രീതി മാറുന്നുണ്ടോ കണ്ണൂരിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട്? അതായത് അടിക്ക് തിരിച്ചടിയിലേക്ക് പോകാതെ ഇതൊരു വലിയ പ്രചാരണായുധമാക്കിക്കൊണ്ട് CPMനെ നേരിടുക. ഇവിടെ അടിക്ക് തിരിച്ചടി എന്ന് പറഞ്ഞാൽ അത് ആ മേഖലയിൽ അങ്ങ് കഴിയും. ഒരു ദിവസം ഒരാൾക്ക് മേൽക്കെങ്കിൽ അടുത്ത ദിവസം അടുത്ത കൂട്ടർക്ക്, അതങ്ങനെ അനന്തമായി നീണ്ടുപോകും. ആ ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. കാരണം കേന്ദ്രാധികാരമുണ്ട്. അപ്പോൾ നേരിടുന്നതിൻ്റെ തലം കുറെ കൂടി ഉയർത്തുക, മറ്റ് ഘടകങ്ങളെ അതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ശക്തമായി അതിൻ്റെ നേതൃത്വത്തെ തന്നെ പ്രഹരിക്കുക. അത്തരമൊരു സമീപനത്തിലേക്ക് BJP RSS നേതൃത്വം മാറുന്നുണ്ടോ? അതുകൊണ്ടാണോ ഈ തിരിച്ചടി കൊലകൾക്കുള്ള ഔത്സുക്യം കുറയുകയും വലിയൊരു ഭരണഘടനാ പ്രതിസന്ധി, വലിയൊരു ക്രമസമാധാന പ്രതിസന്ധി, ഇവിടെ ജീവിക്കാൻ കഴിയുന്നില്ല, ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നൊരു സാഹചര്യം ഇവർ പ്രചരണപരമായി സൃഷ്ടിക്കാൻ നോക്കുന്നത്? ശോഭാ സുരേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ കണ്ണൂരിൽ വലിയ
അക്രമങ്ങൾ നടക്കുന്നു. അതിൻ്റെ പേരിൽ കേരളത്തിലെ ക്രമസമാധാന നില തകരാറിലാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് BJP കേന്ദ്ര നേതൃത്വം ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ വലിയ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ ലോ ആൻഡ് ഓർഡർ പൂർണ്ണമായിട്ട് തകർന്നിരിക്കുന്നു. അങ്ങനെ ഗവർണറെ കൊണ്ട് ഒരു റിപ്പോർട്ട് കൊടുത്ത് തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടത് കേരളത്തിലാണ് 1959. അതേപോലെ തന്നെ